ഒരു സ്ത്രീക്ക് രഹസ്യമായി നിങ്ങളോട് താൽപ്പര്യമുണ്ട്. ചാണക്യനീതി പറയുന്ന 7 ലക്ഷണങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ വേഗത്തിൽ നോട്ടം മാറ്റിക്കളയുന്നു. അല്ലെങ്കിൽ മറ്റാരുമായും സംസാരിക്കാത്തത്ര അടുപ്പത്തിൽ ഒരു സ്ത്രീ നിങ്ങളോട് മാത്രം സംസാരിക്കുന്നു. എന്നാൽ അത് വെറുമൊരു സൗഹൃദമാണോ, അതോ അതിനുമപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ച് തലപുകച്ചിട്ടുണ്ടോ? പലപ്പോഴും ആൺകുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് ഒരു സ്ത്രീയുടെ മനസ്സ്. അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി പലപ്പോഴും അവരത് തുറന്നു പറയില്ല. പകരം ചില സൂചനകളിലൂടെയാകും അവർ അത് പ്രകടിപ്പിക്കുക. ഈ സൂചനകൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുകൊണ്ട് മാത്രം പലർക്കും തങ്ങളുടെ ജീവിതത്തിലെ പ്രണയം നഷ്ടപ്പെടുന്നു എന്നതാണ് സത്യം. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഭാരതീയ തത്വചിന്തകനായ ആചാര്യ ചാണക്യൻ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും സ്ത്രീകളുടെ പെരുമാറ്റരീതികളെക്കുറിച്ചും വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ചാണക്യനീതിയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നും ഈ കാലഘട്ടത്തിലും എത്രത്തോളം പ്രസക്തമാണ് എന്നത് അത്ഭുതകരമാണ്. ഒരു സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യമായി പ്രണയമോ അല്ലെങ്കിൽ പ്രത്യേക താൽപ്പര്യമോ ഉണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ കാണുന്ന ചില മാറ്റങ്ങളെക്കുറിച്ച് ചാണക്യൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അത്തരം 7 സുപ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രത്യേക വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുൻപായി ഒരു ചെറിയ കാര്യം. ഇത്തരം അറിവുകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാനുള്ള ഒരേയൊരു വഴി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക, അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ചാണക്യനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ചാണക്യൻ വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം മനുഷ്യമനസ്സിനെ ആഴത്തിൽ പഠിച്ച ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു. മനുഷ്യന്റെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പെരുമാറ്റങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഉള്ളിലിരിപ്പ് എന്നിവ മുഖഭാവത്തിൽ നിന്നും ചെറിയ ചലനങ്ങളിൽ നിന്നും എങ്ങനെ മനസ്സിലാക്കാം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഒരു പുരുഷൻ തനിക്കിഷ്ടമുള്ള സ്ത്രീയോട് കാര്യം നേരിട്ട് തുറന്നു പറഞ്ഞേക്കാം. എന്നാൽ സ്ത്രീകൾ, പ്രത്യേകിച്ചും നമ്മുടെ സംസ്കാരത്തിൽ, തങ്ങളുടെ ഇഷ്ടം മറച്ചുവെക്കാനാണ് ആദ്യം ശ്രമിക്കുക. അത് അവരുടെ ലജ്ജ കൊണ്ടോ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടോ ആകാം. എന്നാൽ ചാണക്യനീതി പ്രകാരം എത്ര ഒളിപ്പിച്ചുവെച്ചാലും ചില ലക്ഷണങ്ങൾ പുറത്തുവരിക തന്നെ ചെയ്യും. നിങ്ങളോട് ഇഷ്ടമുള്ള ഒരു സ്ത്രീ അറിഞ്ഞോ അറിയാതെയോ കാണിക്കുന്ന ആ 7 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് മുഴുവനായും കാണുക, കാരണം 7ാമത്തെ ലക്ഷണം മിക്കവാറും ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ്. 1. നിങ്ങളെ ഒളിഞ്ഞു നോക്കുന്നത്, അഥവാ കള്ളനോട്ടങ്ങൾ. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണം കണ്ണുകളാണ്. ചാണക്യൻ പറയുന്നതുപോലെ മനസ്സിന്റെ കണ്ണാടിയാണ് കണ്ണുകൾ. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള വികാരങ്ങൾ വാക്കുകളേക്കാൾ വ്യക്തമായി അവരുടെ കണ്ണുകൾ പറയും. ഒരു സ്ത്രീക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അവർ നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഇതിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ അവരെ നേരിട്ട് നോക്കുമ്പോൾ അവർ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളയും. ഇതിനെയാണ് നമ്മൾ കള്ളനോട്ടം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവർ കരുതുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ നിങ്ങളിലായിരിക്കും. നിങ്ങൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് അസ്വസ്ഥതയോ അല്ലെങ്കിൽ ചമ്മലോ അനുഭവപ്പെടാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കൂട്ടം ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. ആരെങ്കിലും ഒരു തമാശ പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു. ആ സമയത്ത് ആ സ്ത്രീ ആദ്യം നോക്കുന്നത് നിങ്ങളെയാണോ? മനഃശാസ്ത്രപരമായി നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെയാണ് നമ്മൾ ആദ്യം നോക്കുക. അവർ ചിരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണിത്. അതുപോലെ നിങ്ങൾ മുറിയിൽ പ്രവേശിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ വികസിക്കുകയും തിളങ്ങുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആകർഷണത്തിന്റെ വ്യക്തമായ ലക്ഷണമാണ്. ചാണക്യനീതിയിലും നോട്ടത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ആൾക്കൂട്ടത്തിനിടയിലും അവരുടെ കണ്ണുകൾ നിങ്ങളെ തിരയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് നിങ്ങളോടെന്തോ പ്രത്യേക മമതയുണ്ട്. 2. നിങ്ങളുടെ സാമീപ്യത്തിൽ അവർ ലജ്ജിക്കുന്നു. 2ാമത്തെ ലക്ഷണം ലജ്ജയാണ്. ചാണക്യനീതിയിൽ സ്ത്രീകളുടെ സ്വാഭാവികമായ അലങ്കാരമായാണ് ലജ്ജയെ കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണഗതിയിൽ വളരെ ധൈര്യത്തോടെ സംസാരിക്കുന്ന, എല്ലാവരോടും തമാശ പറയുന്ന ഒരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ മാത്രം നിശബ്ദയാകുകയോ അല്ലെങ്കിൽ നാണിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്നതാണ്. നിങ്ങളുടെ സാന്നിധ്യം അവരിൽ ഒരുതരം വിറയലോ പരവേശമോ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ അടുത്തുവരുമ്പോൾ അവർ മുടിയിൽ പിടിച്ചു കളിക്കുക, വസ്ത്രം ശരിയാക്കുക, അല്ലെങ്കിൽ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ടുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുക. മറ്റുള്ളവരോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന അവർ നിങ്ങളോട് വളരെ മൃദുവായി സംസാരിക്കുന്നുവെങ്കിൽ അതവർ നിങ്ങളെ ബഹുമാനിക്കുന്നു എന്നതിലുപരി നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നിങ്ങളുടെ സാന്നിധ്യം അവരിൽ പ്രത്യേക അനുഭൂതികളുണ്ടാക്കുന്നു. ഈ മാറ്റം ചാണക്യൻ നിരീക്ഷിച്ച ഒരു പ്രധാന ലക്ഷണമാണ്. ഒരു സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന ബഹുമാനവും സ്നേഹവും കൂടിച്ചേരുമ്പോഴാണ് ഈ ലജ്ജയുണ്ടാകുന്നത്. 3. നിങ്ങളുടെ കാര്യങ്ങളിൽ അമിതമായ ശ്രദ്ധയും കരുതലും. ചാണക്യനീതിപ്രകാരം ഒരു സ്ത്രീ സ്നേഹിക്കുന്ന പുരുഷനെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു അമ്മയെപ്പോലെ. ഇത് വളരെ സൂക്ഷ്മമായ ഒരു ലക്ഷണമാണ്. വെറുമൊരു സുഹൃത്തിന് നൽകുന്നതിനേക്കാൾ വലിയ കരുതൽ അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് അവർ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ അവർ വല്ലാതെ വിഷമിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അവർ അഭിപ്രായം പറയുകയും നിങ്ങളെ കൂടുതൽ സുന്ദരനായി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടോ?
സാധാരണ സുഹൃത്തുക്കൾ രോഗം വരുമ്പോൾ വേഗം സുഖമാകട്ടെ എന്നു പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ നിങ്ങൾ മരുന്ന് കഴിച്ചോ, ഡോക്ടറെ കണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചു ഉറപ്പുവരുത്തും. ഈ കരുതൽ സ്വഭാവം കാണിക്കുന്നത് അവർക്ക് നിങ്ങളോട് വെറുമൊരു സൗഹൃദമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങളുടെ സന്തോഷവും ആരോഗ്യവും അവരുടെ കൂടി ആവശ്യമായി മാറുന്ന അവസ്ഥയാണിത്. ചാണക്യൻ പറയുന്നത് ഒരു സ്ത്രീ താൻ സ്നേഹിക്കുന്ന പുരുഷന്റെ ക്ഷേമത്തിനായി എന്തു ത്യാഗവും സഹിക്കുമെന്നാണ്. അതിനാൽ നിങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും അവർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. വീഡിയോയുടെ പകുതിയിലെത്തിയിരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഈ 3 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അനുഭവങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ലൈക്ക് ചെയ്യുക, അത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. 4. നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തുവെക്കുന്നു. പുരുഷന്മാർ പലപ്പോഴും കാര്യങ്ങൾ മറന്നുപോകുന്നവരാണ്. എന്നാൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അവർക്കിഷ്ടമുള്ള ഒരാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാൻ പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു ഭക്ഷണം, ഇവയൊക്കെ അവർ കൃത്യമായി ഓർത്തുവെക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നീ അന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞു അവർ സംസാരിച്ചു തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവർക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയാണ് അവരുടെ മനസ്സും. അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. മറ്റുള്ളവർ മറന്നുപോകുന്ന നിങ്ങളുടെ ജന്മദിനം അല്ലെങ്കിൽ മറ്റു വിശേഷ ദിവസങ്ങൾ അവർ കൃത്യമായി ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. വെറുതെ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ, പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും അവർ ഓർമ്മിക്കുകയും അത് സാധിച്ചുതരാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ അടയാളമാണ്. 5. നിങ്ങളോട് വഴക്കിടുകയോ വിയോജിക്കുകയോ ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. വഴക്കിടുന്നത് എങ്ങനെയാണ് ഇഷ്ടത്തിന്റെ ലക്ഷണമാകുക? ചാണക്യനീതിയിലും മനഃശാസ്ത്രത്തിലും പറയുന്നത് വെറുപ്പും സ്നേഹവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നാണ്. ഒരു സ്ത്രീ നിങ്ങളോട് നിസ്സാരകാര്യങ്ങൾക്ക് വഴക്കിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു വഴിയാകാം. അവർക്ക് നിങ്ങളോട് ഒരു അവകാശമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. നീ എന്തിനാണ് അവളോട് സംസാരിച്ചത്, അല്ലെങ്കിൽ നീ എന്താ എന്നെ വിളിക്കാതിരുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ വരുന്നത് ഈ അധികാരത്തിൽ നിന്നാണ്. നിങ്ങളോട് തീരെ താൽപ്പര്യമില്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എന്തു ചെയ്താലും പ്രശ്നമില്ല. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ചെറിയ അവഗണന പോലും സഹിക്കാൻ കഴിയില്ല. ആ ദേഷ്യം പലപ്പോഴും വഴക്കായി പുറത്തുവരുന്നു. അതുകൊണ്ട് അവൾ നിങ്ങളോട് വഴക്കിടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട് എന്നാണ്. ഈ വഴക്കുകൾക്ക് ശേഷം അവർ തന്നെ വന്ന് മിണ്ടാൻ ശ്രമിക്കുന്നതും കാണാം. ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും ബന്ധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ചാണക്യൻ നിരീക്ഷിക്കുന്നത് സ്നേഹമുള്ളിടത്തെ വഴക്കുണ്ടാകൂ എന്നാണ്. നിസ്സംഗതയാണ് ബന്ധങ്ങളുടെ ഏറ്റവും വലിയ ശത്രു, വഴക്കുകളല്ല. 6. അവരുടെ രഹസ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. സ്ത്രീകൾ അവരുടെ സ്വകാര്യമായ കാര്യങ്ങളും രഹസ്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാറില്ല. അവർക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തങ്ങളെ മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട് മാത്രമേ അവർ മനസ്സു തുറക്കൂ. അവളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അവളുടെ പഴയകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവ അവൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൾക്ക് വെറുമൊരു സുഹൃത്തല്ല. ഇത് ഞാൻ മറ്റാരോടും പറഞ്ഞിട്ടില്ല എന്ന മുഖവുരയോടെയാണ് അവർ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ചാണക്യൻ പറയുന്നത് വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ എന്നാണ്. അവൾ നിങ്ങളെ വിശ്വസിക്കുന്നുവെന്നത് അവൾക്ക് നിങ്ങളോട് വൈകാരികമായ അടുപ്പമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അവർ വില നൽകുന്നു. നിങ്ങളുടെ ആശ്വാസം അവർ ആഗ്രഹിക്കുന്നു. സ്വന്തം ബലഹീനതകൾ ഒരാളുടെ മുൻപിൽ തുറന്നു കാണിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സുരക്ഷിത താവളമായി അവർ നിങ്ങളെ കാണുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സമാധാനം മറ്റെവിടെയും ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. 7. ഭാവി കാര്യങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നു. 7ാമത്തെയും ഏറ്റവും നിർണായകവുമായ ലക്ഷണം, അവൾ സംസാരിക്കുമ്പോൾ ഞാൻ എന്നതിനു പകരം നമ്മൾ എന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഭാവിയിൽ എവിടെയെങ്കിലും പോകുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അതിൽ നിങ്ങളുമുണ്ടാകുമെന്ന് അവർ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, നമുക്ക് എന്തെങ്കിലും അവിടെ പോകണം അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഭാവിയിൽ നിങ്ങളെ കാണുന്നുണ്ടോ? ചാണക്യനീതി പ്രകാരം ഒരു സ്ത്രീ തന്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് വളരെ ആലോചിച്ചാണ്. അവൾ നിങ്ങളെക്കുറിച്ച് അവളുടെ വീട്ടുകാരോട് ചോദിക്കുകയോ അല്ലെങ്കിൽ അവളുടെ വീട്ടിലെ വിശേഷങ്ങളിൽ നിങ്ങളെ ക്ഷണിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു സൂചനയാണ്. അവൾക്ക് നിങ്ങളുമായി ഒരു ദീർഘകാല ബന്ധം ആഗ്രഹമുണ്ട് എന്നാണ് ഇതിനർത്ഥം. വെറും നേരമ്പോക്കിനായി കാണുന്ന ഒരാളുമായി സ്ത്രീകൾ ഒരിക്കലും ഭാവിയെക്കുറിച്ച് സംസാരിക്കില്ല. കല്യാണത്തെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ വീടിനെക്കുറിച്ചോ ഒക്കെ തമാശരൂപേണയെങ്കിലും അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഈ 7 ലക്ഷണങ്ങളിൽ ഭൂരിഭാഗവും ഒരു സ്ത്രീ നിങ്ങളോട് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് നിങ്ങളോട് അതിയായ താൽപ്പര്യമുണ്ട്. എന്നാൽ ഓർക്കുക, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്.
ചിലർക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കൂടുതൽ സമയം വേണ്ടിവന്നേക്കാം. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ക്ഷമയെക്കുറിച്ചും നിരീക്ഷണത്തെക്കുറിച്ചുമാണ്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിനു പകരം അവരുടെ പെരുമാറ്റത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കാനും ആ ബന്ധം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. സ്ത്രീകളുടെ മനസ്സ് ഒരു സമുദ്രം പോലെയാണ്. അതിന്റെ ആഴം കാണാൻ കഴിയില്ല. പക്ഷേ തിരമാലകൾ തീരത്തു വരുന്നതുപോലെ അവരുടെ സ്നേഹം ഈ ലക്ഷണങ്ങളിലൂടെ പുറത്തുവരും. അത് തിരിച്ചറിയുക എന്നതാണ് ഒരു പുരുഷന്റെ സാമർത്ഥ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചും ചാണക്യനീതിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.